കോൺഗ്രസ് വളരെ കൊട്ടിഘോഷിച്ച ഒരു വിജയമുണ്ടായിരുന്നു. അത് കഴിഞ്ഞ വർഷമായിരുന്നു. ഹിമാചൽ പ്രദേശ് തെരഞ്ഞെടുപ്പായിരുന്നു അത്. ആ ഹിമാചൽ പ്രദേശ് 68 നിയമസഭയാണ് ഹിമാചൽ പ്രദേശുള്ളത്. അതിൽ കോൺഗ്രസ് വലിയ ഭൂരിപക്ഷത്തിൽ തന്നെ അധികാരത്തിലേറി. കോൺഗ്രസിന് 40 സീറ്റ് ലഭിക്കുകയുണ്ടായി. BJPക്ക് 28 സീറ്റ് മാത്രമാണ് ലഭിച്ചത്. പക്ഷേ അന്ന് തന്നെ BJPക്ക് വേണമെങ്കിൽ ഹിമാചൽ പ്രദേശിൽ ഭരണം നടത്താൻ കഴിയുമായിരുന്നു. കാരണം കോൺഗ്രസിലെ 2 വിഭാഗങ്ങൾ, അത് പരസ്യമായ 2 വിഭാഗങ്ങളാണ്. ആ ഒരു വിഭാഗത്തിന് വേണമെങ്കിൽ BJPക്ക് കൂട്ടുപിടിച്ചുകൊണ്ട് അധികാരത്തിൽ വരാമായിരുന്നു. പക്ഷേ BJP അതിന് ശ്രമിച്ചില്ല. അതിന് പ്രധാനപ്പെട്ട കാരണം ഈ ഹിമാചൽ പ്രദേശിലെ BJPയുടെ തോൽവിയുടെ പ്രധാന കാരണം BJPക്കുള്ളിലെ ഗ്രൂപ്പ് വഴക്കായിരുന്നു. അതുകൊണ്ട് കേന്ദ്ര നേതൃത്വം ഹിമാചലിലെ BJP നേതൃത്വത്തിന് കൊടുത്ത മുന്നറിയിപ്പ്, നിങ്ങൾ ആദ്യം ഈ ഗ്രൂപ്പുകളെയും തമ്മിത്തല്ലും അവസാനിപ്പിക്കൂ, ഒറ്റക്കെട്ടായി മുൻപോട്ട് പോകൂ, അപ്പോൾ നിങ്ങൾക്ക് വേണ്ട കാര്യങ്ങളെല്ലാം അതുപോലെ ഇവിടെ സംഭവിക്കുമെന്നാണ്. ഏതായാലും അത്തരത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങി തുടങ്ങിയിരിക്കുന്നു എന്ന് തന്നെയാണ് ഹിമാചൽ പ്രദേശിൽ നിന്ന് വരുന്ന വാർത്തകൾ. നമുക്കറിയാം, അയോധ്യയിലെ പ്രാണപ്രതിഷ്ഠ ചടങ്ങിൽ കോൺഗ്രസ് ഹൈക്കമാൻഡിൻ്റെ മുന്നറിയിപ്പുകൾ അവഗണിച്ചുകൊണ്ട് അവിടുത്തെ മന്ത്രിമാരടക്കം MLA-മാരടക്കം വലിയ രീതിയിൽ അയോധ്യയിൽ എത്തുന്നതും ഇപ്പോഴും അയോധ്യയിലേക്ക് MLA-മാരും അവരുടെ കൗൺസിലേഴ്സും ഒക്കെ എത്തുന്നതുമായ കാഴ്ച നമ്മൾ കാണുന്നു. അതായത് കോൺഗ്രസ് നഖശികാന്തം എതിർക്കുമ്പോഴും ഇല്ലെങ്കിൽ തങ്ങളുടെ നേതാക്കൾ പോകുന്നില്ല എന്ന് പറയുമ്പോഴും ഹിമാചലിലെ കോൺഗ്രസിൻ്റെ മന്ത്രിമാർ ഉൾപ്പെടെ അടപടലം അയോധ്യയിലേക്ക് എത്തുന്ന കാഴ്ച നാം കണ്ടെങ്കിൽ ഇന്ന് ആ ഹിമാചലിലെ കോൺഗ്രസിൻ്റെ MLA-മാരിൽ പകുതിയിലേറെ പേരും കാവി പുൽകാൻ കാത്തിരിക്കുന്നു എന്നുള്ള വാർത്തയാണ് പുറത്തു വരുന്നത്. ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുമ്പ് BJPക്ക് കിട്ടുന്ന വലിയൊരു വിജയം തന്നെയായിരിക്കും ഹിമാചലിലെ BJPയുടെ ഭരണം എന്നുള്ളത്. ഏതായാലും MLA-മാർ യോഗം കൂടി എന്നുള്ളൊരു വാർത്തയാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. അതിൻ്റെ കൂടുതൽ വിവരങ്ങൾ ലഭിക്കേണ്ടതായിട്ടുണ്ട്. കൂടുതൽ വിവരങ്ങൾ ലഭിക്കുന്ന മുറയ്ക്ക് പ്രേക്ഷകരുടെ അടുത്തേക്ക് ആ വാർത്തകൾ ഞങ്ങൾ എത്തിച്ചിരിക്കും. ന്യൂസ് ഡെസ്ക് മുസ്ലിം മലയാളം.